Hello everyone, welcome to GPod CUT. It's me and Nafi. എല്ലാവർക്കും മക്കളെ GPodന്റെ CUT ക്ലാസ്സിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ നാഫി. അപ്പോൾ മെയിൽ നമ്മുടെ CUT എക്സാം നടക്കാൻ പോവാണ്. ആ CUT എക്സാമിന് ഇനിയുള്ള സമയം എങ്ങനെ പഠിക്കണം, എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിച്ചാലാണ് നമുക്ക് ഇഷ്ടമുള്ള യൂണിവേഴ്സിറ്റിയിൽ നമുക്ക് ഇഷ്ടമുള്ള കോഴ്സ് CUT വഴി ക്രാക്ക് ചെയ്യാൻ സാധിക്കുക, ഇനിയുള്ള സമയം എങ്ങനെയാണ് പഠിക്കുന്നത് പറഞ്ഞ കൃത്യമായ ഒരു സ്റ്റഡി പ്ലാനാണ്. വെൽക്കം ടു GPod CUT. ഇറ്റ്സ് മീ ആൻഡ് നാഫി. അപ്പോൾ മക്കളെ, നിങ്ങൾ നിർബന്ധമായും ശ്രദ്ധിക്കേണ്ട കാര്യം, ഇനിയുള്ള സമയം നിങ്ങൾ കൃത്യമായി പഠിച്ചാൽ മാത്രമേ, കൃത്യമായി എഫേർട്ട് ഇട്ടാൽ മാത്രമേ നിങ്ങൾ ആഗ്രഹിച്ച യൂണിവേഴ്സിറ്റിയിൽ ആഗ്രഹിച്ച കോഴ്സ് പഠിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾ CUT രജിസ്റ്റർ ചെയ്ത ഒരാളാണെങ്കിൽ നിങ്ങൾ ഇനി ചെയ്യേണ്ടത്, ഇനി പഠിക്കുമ്പോൾ ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ട്, ടെക്സ്റ്റ് ബുക്ക് ആണ് നമ്മുടെ എല്ലാം. ടെക്സ്റ്റ് ബുക്കിന് പുറത്തുനിന്ന് എന്ത് ചെയ്യില്ല, ഒരു ക്വസ്റ്റ്യൻ പോലും ചോദിക്കില്ല. ടെക്സ്റ്റ് ബുക്കിനെ ബേസ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ടെക്സ്റ്റ് ബുക്ക് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് മാത്രമേ എന്തുണ്ടാവുള്ളൂ, CUTക്ക് ഉണ്ടാവുള്ളൂ. അപ്പോൾ ടെക്സ്റ്റ് ബുക്ക്, അതായത് NCERT ടെക്സ്റ്റ് ബുക്ക്, ഞാൻ ഓൾറെഡി പല വീഡിയോയിലും പറഞ്ഞൊരു കാര്യമാണ്, NCERT ടെക്സ്റ്റ് ബുക്ക് നന്നായിട്ട് റെഫർ ചെയ്യണം. അപ്പോൾ നിങ്ങൾ അത് ഓൾറെഡി ഇപ്പോൾ റെഫർ ചെയ്ത് കഴിഞ്ഞിട്ടാണെന്ന് വിചാരിക്കുന്നു. ഒരു വൺ ടൈമെങ്കിലും നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ടാവും, NCERT ടെക്സ്റ്റ് ബുക്ക് ഒന്ന് കവറപ്പ് ചെയ്തിട്ടുണ്ടാവും. ഇനി അതിനുശേഷം ഇപ്പം നിങ്ങൾ ചെയ്യുന്ന പരിപാടി, ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യുക. പരമാവധി ക്വസ്റ്റ്യൻ, അതായത് ഓരോ ടോപ്പിക്കിൽ നിന്നും ചോദിക്കാൻ ചാൻസ് ഉള്ള ചോദ്യങ്ങൾ, ഓരോ ചാപ്റ്ററിൽ നിന്നും ചോദിക്കാൻ ചാൻസ് ഉള്ള ചോദ്യങ്ങൾ, മാക്സിമം ക്വസ്റ്റ്യൻസ് നിങ്ങൾ എന്ത് ചെയ്യണം, റെഫർ ചെയ്യണം. നിങ്ങളെ കൊണ്ട് പറ്റുന്ന അത്രയും, നിങ്ങളെ കൊണ്ട് സാധിക്കുന്ന അത്രയും ക്വസ്റ്റ്യൻസ് നിങ്ങൾ എന്ത് ചെയ്യുക, പരമാവധി റെഫർ ചെയ്യുക. പിന്നെ അതിൻ്റെ കൂടെ തന്നെ PYQs റെഫർ ചെയ്യുക. ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്താൽ കേട്ടോ, PYQs റെഫർ ചെയ്യണം. അപ്പോൾ നന്നായിട്ട് ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യാൻ നമ്മൾ ചെയ്യേണ്ടത്. നമ്മൾ ടെക്സ്റ്റ് ബുക്ക് എന്ത് ചെയ്യുന്നു, ഓരോ പേജും പേജ് ബൈ പേജ് നമ്മൾ എന്ത് ചെയ്യുന്നു, വായിക്കുന്നു. പേജ് ബൈ പേജ് ഓരോ പേജും വായിച്ച ശേഷം അതിനെ ബേസ് ചെയ്തുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ മാക്സിമം പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ ഇനിയുള്ള സമയം നിങ്ങൾക്ക് വേറെ പരിപാടികളൊന്നുമില്ല. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട പരിപാടി എന്താ, ഡെയിലി ഒരു 3 hours നിങ്ങൾ കോൺസെപ്റ്റ് ക്ലിയർ ആക്കാനും ബാക്കി ഒരു 4 hours നിങ്ങൾ ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യാനും മാറ്റി വെക്കണം. ഡെയിലി ഒരു 3 hours നിങ്ങൾ കോൺസെപ്റ്റ് ക്ലിയർ ആക്കാനും ബാക്കി 4 hours നിങ്ങൾ ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യാനുമായിട്ട് മാറ്റി വെക്കണം. ഈ രീതിയിൽ നിങ്ങൾ നിങ്ങളുടെ 100% എഫേർട്ട് ഇടാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾക്ക് CUT ക്രാക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് CUT പഠിക്കാൻ ആഗ്രഹമുണ്ട്, നിങ്ങൾക്ക് CUT ഇനിയുള്ള സമയം, ഇത്രയും സമയം ഞാൻ എന്തൊക്കെയോ ചെയ്ത് കളഞ്ഞു സാറേ, ഇനി അങ്ങോട്ടേക്കുള്ള സമയം എനിക്ക് അടിപൊളിയായി പഠിക്കണം, ഇനി അങ്ങോട്ടേക്കുള്ള സമയം എനിക്ക് ഉഷാറായി പഠിക്കണം, ഇനി അങ്ങോട്ടേക്കുള്ള സമയം ഞാൻ എൻ്റെ മാക്സിമം എഫേർട്ട് ഇടാൻ റെഡിയാണ്, ഡെയിലി 4 മണിക്കൂർ പഠിക്കാൻ റെഡിയാണ്, ഡെയിലി 4 മണിക്കൂർ ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യാൻ റെഡിയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ മക്കളെ, ക്വസ്റ്റ്യൻ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യണം, ടെക്സ്റ്റ് ബുക്ക് നന്നായിട്ട് വായിക്കണം. ഇത് രണ്ടും നിങ്ങൾ സെറ്റാക്കാൻ റെഡി ആണെങ്കിൽ ഇതിനുള്ള സൊല്യൂഷൻ എഡ്യൂപോഡിന്റെ CUT ബാച്ചാണ്. ഇപ്പോൾ നിങ്ങൾക്ക് സ്പെഷ്യൽ ഓഫറിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ CUT ബാച്ച് തരുന്നുണ്ട്. നിങ്ങൾ എഡ്യൂപോഡിന്റെ CUT ബാച്ചിൽ ജോയിൻ ചെയ്ത് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും സെറ്റാകും. എങ്ങനെയാണ് ജോയിൻ ചെയ്യാൻ പറ്റുക, കമൻറ്റ് ബോക്സ് നമ്മളൊരു ഫോം പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ഫോം നിങ്ങൾ ഫില്ല് ചെയ്യുക കേട്ടോ. കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചിട്ടുള്ള ഫോം നിങ്ങളൊന്ന് ഫില്ല് ചെയ്താൽ നമ്മുടെ ടീം നിങ്ങൾ വിളിച്ച എല്ലാ കാര്യങ്ങളും പറഞ്ഞൊരു മക്കളെ. അപ്പോൾ ഇപ്പം തന്നെ ഈ ഒരു വീഡിയോ കാണുന്ന ഈ സമയം തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ഫോം ഒന്ന് ഫില്ല് ചെയ്യുക. കാരണം ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് അവിടെ കണ്ടന്റ് വേണം, ക്വസ്റ്റ്യൻസ് വേണം, മോക്ക് ടെസ്റ്റുകൾ വേണം, പലതും വേണം. അതെ, ക്വസ്റ്റ്യൻസ് ആൻസേഴ്സ് എല്ലാം നിങ്ങൾക്ക് വേണം. എല്ലാം എവിടെ അവൈലബിളാണ്, നമ്മുടെ ബാച്ചിൽ അവൈലബിളാണ്. നമ്മുടെ ബാച്ചിൽ നിങ്ങൾക്ക് വേണ്ട ക്വസ്റ്റ്യൻസ് ഉണ്ട്, നിങ്ങൾക്ക് വേണ്ട ക്ലാസ്സുകളുണ്ട്, നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ഡൗട്ട് ക്ലിയർ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. എല്ലാം എവിടെയാണ് അവൈലബിൾ, എഡ്യൂപോഡിന്റെ ബാച്ചിലാണ് അവൈലബിൾ. സോ നിങ്ങൾ പലരും ചോദിക്കും, സാറേ യൂട്യൂബിൽ ക്ലാസ് ഉണ്ടോ? യൂട്യൂബിൽ എഡ്യൂപോഡിന്റെ ക്ലാസ് ഉണ്ടാവില്ല. എഡ്യൂപോഡിന്റെ ക്ലാസ്സുകൾ മുഴുവൻ എവിടെയായിരിക്കും, എഡ്യൂപോഡിന്റെ CUTയുടെ ബാച്ചിലാണ് ഉണ്ടാവുക. നിങ്ങൾക്ക് അവിടെ മെന്റർ സപ്പോർട്ട് ഉണ്ട്, ഡൗട്ട് ക്ലിയർ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്, മാക്സിമം ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാൻ പറ്റും. എല്ലാം ഉള്ളത് എഡ്യൂപോഡിന്റെ CUTയുടെ ആപ്പിലെ ബാച്ചിലാണ്. യൂട്യൂബിലെ ക്ലാസ് നിങ്ങൾ പ്രതീക്ഷിച്ച് നിൽക്കരുത്. മെജോറിറ്റി ക്ലാസ്സുകളും നമ്മുടെ ക്വസ്റ്റ്യൻസും പ്രാക്ടീസ് ചെയ്യാനുള്ള കാര്യങ്ങളും എല്ലാം ഉണ്ടാവുക എഡ്യൂപോഡിന്റെ CUT ബാച്ചിലാണ്. ബാച്ചിൽ ജോയിൻ ചെയ്ത് പഠിച്ചാൽ കാര്യങ്ങൾ ഓക്കെ ആവും. എങ്ങനെയാണ് ബാച്ചിൽ ജോയിൻ ചെയ്യുക, കമൻറ്റ് ബോക്സിൽ ഫോം ഉണ്ട്, ഫോം ഒന്ന് ഫില്ല് ചെയ്തോ മക്കളെ. നിങ്ങളിപ്പോൾ ജസ്റ്റ് ഒന്ന് ഫോം ഫില്ല് ചെയ്യുക. ഈ വീഡിയോ കാണുന്ന ഈ സമയം കൊണ്ട് നിങ്ങൾ ഫോം ഒന്ന് ഫില്ല് ചെയ്യാൻ റെഡി ആണെങ്കിൽ, നിങ്ങൾ ഈ ഫോം ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ടീം നിങ്ങൾ വിളിച്ച് നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് ഈ പഠിക്കേണ്ട കാര്യങ്ങൾ കറക്റ്റായിട്ട് കിട്ടും. നമ്മളെല്ലാ കാര്യങ്ങളും സെറ്റാക്കി തരും. അതിന് കൂടെ നിങ്ങൾ ഇങ്ങോട്ടേ കൂടി പഠിച്ചാൽ എവരിത്തിങ് വിൽ ബി ഓക്കെ. സോ ഉഷാറായി പഠിച്ചോ, സൂപ്പറായി പഠിച്ചോ, എല്ലാം പഠിച്ചാൽ എല്ലാം ഓക്കെ ആകും. സോ ഇത്തരം അപ്ഡേറ്റ്സ് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ. ഏറ്റവും ബെസ്റ്റ് സൊല്യൂഷൻ നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്യുക എന്നുള്ളതാണ്. ബാച്ചിൽ ജോയിൻ ചെയ്യാനായിട്ട് കമൻറ്റ് ബോക്സിൽ ഫോം ഒന്ന് ഫില്ല് ചെയ്യുക. ജസ്റ്റ് ഒരു 15 സെക്കൻഡേ ഫോം ഫില്ല് ചെയ്യാൻ എടുക്കുള്ളൂ. നിങ്ങളുടെ ലൈഫിലെ വെറും 15 സെക്കൻഡ് നിങ്ങൾ മാറ്റി വെക്കാൻ തയ്യാറാണെങ്കിൽ നിങ്ങളെ തേടി CUTയിലെ ഏറ്റവും ബെസ്റ്റ് റിസൾട്ട് നിങ്ങൾക്ക് നേടാൻ സാധിക്കും. അപ്പോൾ ഇപ്പം തന്നെ കമൻറ്റ് ബോക്സിൽ ഫോം ഒന്ന് ഫില്ല് ചെയ്യുക. ആൻഡ് ഇറ്റ്സ് മീ നാഫി സൈനിങ് ഓഫ്. ബൈ.